ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇതൊരു ഏകാദശി ഭക്ഷണമാണ്. ചൗവരി 1 മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാലടുപ്പേ വെച്ചു. ഈ പാലിനകത്ത് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് തിളപ്പിക്കാനായിട്ട് വെച്ചത്. അതിനുശേഷം തണുത്ത പാലിൽ കുറച്ച് കസ്റ്റേർഡ് പൗഡർ നന്നായി കലക്കി വെക്കുന്നുണ്ട്. പാല് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന ചൗവരി ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ ചൗവരി വേവുന്നിടം വരെ പതിയെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. വെന്ത ചൗവരിയും പാലിലേക്കും ഈ കസ്റ്റേർഡ് പൗഡറിൻ്റെ കൂട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് കുറച്ച് നേരമായി കലക്കി വെച്ചതുകൊണ്ട് അത് പൊടി കുറച്ച് അടിഭാഗത്ത് അടിഞ്ഞിരുന്നു. അവിടേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് അതൊന്നും കൂടെ കലക്കി അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും ഒരുപാടങ്ങ് കുറുകണ്ട, കാരണം നമ്മൾ അതിനകത്ത് ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കുറുകി വരണ്ട. കസ്റ്റർഡ് പൗഡർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് കുറുകുകയും ചെയ്യും. ഇത് നേർപ്പിച്ച് അധികം കുറുക്കില്ലാതെ ശകലം നേർപ്പിച്ചെടുക്കുക. അതിനുശേഷം അത് പഴത്തിലേക്ക് തണുത്തതിന് ശേഷം ഈ കസ്റ്റേർഡും പാലുമായിട്ട് ഒഴിക്കുക. എല്ലാ തരത്തിലുള്ള പഴങ്ങളും നമുക്ക് ചേർക്കാം. ഏത്തപ്പഴം ചേർക്കാം, എങ്കിലും അധികം പുളിയുള്ള പഴങ്ങൾ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം പാലാണ്. ആപ്പിൾ ചേർക്കാം, മാതള നാരങ്ങയുടെ അല്ലികൾ ചേർക്കാം, അതൊക്കെ ചേർക്കാം. ഇത് തണുത്തതിന് ശേഷം ഈ കസ്റ്റർഡ് പൗഡറിൻ്റെ പാൽക്കൂട്ട് തണുത്തതിന് ശേഷമേ ഈ പഴങ്ങളിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ എന്നത് ശ്രദ്ധിക്കുക. ഒരു ഏകാദശി ഭക്ഷണമാണ്. ഒരു നേരത്തെ ഭക്ഷണമായി നമുക്കിത് ഉപയോഗിക്കാം. ഭഗവാന് നേദിക്കുകയും ചെയ്യാം. ഹരേ കൃഷ്ണ.